ശബരിമലയിലെ സ്വർണം കൊള്ളയടിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ മൊഴികളെല്ലാം ആരോ പറഞ്ഞ് പഠിപ്പിച്ചതാണെന്നാണ് SIT കരുതുന്നത്. അന്വേഷണം നടക്കുന്നതിനിടെ പോറ്റി ചെന്നൈയിലും ബാംഗ്ലൂരിലുമെല്ലാം പോയിരുന്നു. അതിനുള്ള വിമാന ടിക്കറ്റ് ഈ തട്ടിപ്പ് സംഘമാണ് എടുത്തു നൽകിയതെന്ന് പോറ്റി മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ യാത്രയിൽ പോറ്റി ആരെയെല്ലാം കണ്ടെന്നും എവിടെയെല്ലാം പോയെന്നും അന്വേഷിക്കുകയാണ് SIT. ഗൂഢാലോചനയിൽ കേരളത്തിലെ ഉന്നതർക്കും പങ്കുണ്ടെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കിയത്. എന്തായാലും ചെറിയ തുകയൊന്നുമല്ല ഈ പോറ്റി അടിച്ചു മാറ്റിയിരിക്കുന്നത്. ഇയാളുടെ തിരുവനന്തപുരത്തെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ സ്വർണവും ഭൂമി ഇടപാട് സംബന്ധിച്ചുള്ള രേഖകളും പിടിച്ചെടുത്തിരുന്നു. സ്വർണം ആഭരണങ്ങളുടെ രൂപത്തിലാണെങ്കിൽ കൂടി അതിനൊന്നും കൃത്യമായ രേഖകളില്ല. കവർച്ച ചെയ്യപ്പെട്ട സ്വർണമാണോ ഇത്തരത്തിൽ സൂക്ഷിച്ചതെന്ന സംശയം അന്വേഷണ സംഘത്തിനുണ്ട്. ഈ പിടിച്ചെടുത്തതിൽ കോടികളുടെ ഭൂമി ഇടപാട് രേഖകളുമുണ്ട്. നിയമവിരുദ്ധമായി പലിശക്ക് പണം കൊടുക്കുന്ന ഏർപ്പാടും പോറ്റിക്കുണ്ടായിരുന്നു. ഇതോട് അനുബന്ധിച്ച് കൈക്കലാക്കിയ നിരവധി ആധാരങ്ങളും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ക്ഷേത്രങ്ങളിലെ ഇത്തരം മോഷണം നമ്മുടെ കേരളത്തിൽ മാത്രമല്ല നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഗുജറാത്തിൽ ക്ഷേത്രത്തിൽ നിന്ന് 1.5 കോടിയിൽ കൂടുതൽ വിലയുള്ള വെള്ളിയാഭരണങ്ങൾ മോഷ്ടിച്ച ആളുകളെ പിടികൂടിയിരുന്നു. അതേ ക്ഷേത്രത്തിലെ പൂജാരി അടക്കം 5 പേരാണ് പിടിയിലായത്. അഹമ്മദാബാദ് പാലാടിയിലെ ശ്രീലക്ഷ്മി വർദ്ധ ജൈന സംഘ് ജൈന ദരാസർ ക്ഷേത്രത്തിൽ നിന്നാണ് 117 കിലോ വെള്ളിയാഭരണങ്ങൾ മോഷണം പോയത്. കേസിൽ ക്ഷേത്ര പൂജാരി മെഹുൽ റാത്തോഡ്, ക്ഷേത്ര ജീവനക്കാരി ഹേത്തൽബെൻ, അവരുടെ ഭർത്താവ് കിരൺഭായ്, വെള്ളി വ്യാപാരികളായ സഞ്ജയ് റൌനക് എന്നിവരെയാണ് അഹമ്മദാബാദ് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. ക്ഷേത്രത്തിന്റെ നിലവറയിൽ സൂക്ഷിച്ചിരുന്ന വെള്ളിയാഭരണങ്ങളും വസ്ത്രങ്ങളും നഷ്ടപ്പെട്ടതായി കണ്ടെത്തിയതോടെ ഒക്ടോബർ 13-ന് ക്ഷേത്ര സെക്രട്ടറി പാലാടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. അപ്പോഴാണ് മോഷണം പുറത്തറിയുന്നത്. പരാതിയെ തുടർന്ന് ക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളിൽ ഒരാളായ ഹേത്തൽബെനിനെ അറസ്റ്റ് ചെയ്തിരുന്നു. ചോദ്യം ചെയ്യലിൽ ഇവരുടെ ഭർത്താവും ക്ഷേത്രത്തിലെ പൂജാരിയും ഉൾപ്പെടെ മറ്റ് 4 പേർ ഉൾപ്പെട്ട വലിയ ഗൂഢാലോചന അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ബോധ്യപ്പെട്ടു. അതിനെ തുടർന്നായിരുന്നു മറ്റുള്ളവരുടെ അറസ്റ്റ് നടന്നത്. പ്രതിയിൽ നിന്നും 73 ലക്ഷം രൂപയുടെ വെള്ളിയാഭരണങ്ങൾ, 79,000 രൂപ, 4 മൊബൈൽ ഫോണുകൾ, ഒരു SUV കാർ എന്നിവ പോലീസ് ഉദ്യോഗസ്ഥർ കണ്ടുകെട്ടി. CCTV ക്യാമറകൾ ഓഫ് ചെയ്ത് ആസൂത്രിതമായാണ് ബേസ്മെന്റിലെ ലോക്കർ റൂമിൽ നിന്നും വിലപിടിപ്പുള്ള വസ്തുക്കൾ പൂജാരി മോഷ്ടിച്ചതെന്ന് ഇൻസ്പെക്ടർ പറയുന്നു. 2023 മുതൽ മോഷ്ടിച്ച വെള്ളി ആഭരണങ്ങളും വസ്ത്രങ്ങളും ബേസ്മെന്റിലെ ഒരു സുരക്ഷിത മുറിയിൽ സൂക്ഷിച്ചിരുന്നതായും അന്വേഷണത്തിൽ കണ്ടെത്തി. പൂജാരിയുടെ കയ്യിൽ മാത്രമായിരുന്നു ഈ ലോക്കറിന്റെ താക്കോൽ ഉണ്ടായിരുന്നത്. 15 വർഷമായി ക്ഷേത്രത്തിൽ ജോലി ചെയ്തു വരുന്ന മെഹുൽ റാത്തോഡ് അതുകൊണ്ട് തന്നെ മാനേജ്മെന്റിന്റെ വിശ്വസ്തനുമായിരുന്നു. ഈ കള്ളനാണ് ഇത്രയും നാൾ ആ ക്ഷേത്രത്തിൽ ദൈവത്തിനായി പൂജകൾ നടത്തിയിരുന്നത്. നിത്യേന പൂജിക്കുന്ന ദൈവത്തിന്റെ ആഭരണങ്ങൾ തന്നെ ഒടുവിൽ പൂജാരി മോഷ്ടിച്ചു. ഇതെല്ലാം ഭക്തർക്ക് ചില സൂചനകളാണ് നൽകുന്നത്. അതായത് നിങ്ങളുടെ വിശ്വാസം പോലെ ദൈവങ്ങളെ ആരാധിക്കാം, പ്രാർത്ഥിക്കാം, എന്നാൽ ഒരൊറ്റ പൈസ പോലും ഒരു ക്ഷേത്രത്തിലും പള്ളിയിലും കാണിക്കയായി നൽകരുത്. പണമില്ലാത്ത ആരാധനാലയങ്ങളിലും നിങ്ങൾ വിശ്വസിക്കുന്ന ഈ ദൈവം ഉണ്ടാകും. എന്നാൽ പണം മാത്രം നോട്ടമിട്ട് വരുന്ന ഇത്തരം പോറ്റിമാരും പൂജാരിമാരും അവിടെ ഉണ്ടാകില്ല. മോഷ്ടിക്കാൻ ഒന്നുമില്ലെങ്കിൽ അവർ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുക പോലുമില്ല. ഈ പറയുന്ന പൂജാരിമാരോ പോറ്റിമാരോ ഏതെങ്കിലും ക്ഷേത്രത്തിൽ കാണിക്കയിടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വലിയ തുകകൾ എല്ലാം വരുന്നത് ബിസിനസ്സുകാർ, സിനിമാക്കാർ എന്നിവരിൽ നിന്നാണ്. അതിൽ കൂടുതൽ പേരും പേടിയുള്ള അന്ധവിശ്വാസികളായിരിക്കും. അമ്പല കമ്മിറ്റികളിലും ദേവസ്വം ബോർഡിലുമൊക്കെ ഇടിച്ചു കയറാൻ ക്യൂ നിൽക്കുന്നത് ഈശ്വരനെ സേവിക്കാൻ വേണ്ടിയല്ല എന്നും മനസ്സിലാക്കുക. പണം മാത്രമാണ് അവരുടെ മുന്നിലുള്ള ഏക ലക്ഷ്യം.